ദൈവരാജ്യ വിസ്തൃതിക്കായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് പ്രശംസ നേടിയ ഇലോയിറ്റ് ഇന്നൊവേഷൻസ് എന്ന സ്ഥാപനം ഇന്ന് ബൈബിൾ ഓൺ മൊബൈൽ ആപ്ലിക്കേഷന്റെ രാജ്യാന്തര സ്വീകാര്യതയിൽ ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. മലയാളം ഉൾപ്പെടെ 25-ൽ പരം ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ വായിക്കാനും കേൾക്കാനും സാധ്യമാക്കിക്കൊണ്ട് ബൈബിൾ ഓൺ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഏറ്റവും പുതിയ വേർഷൻ പുറത്തിറക്കി. 25-ൽ പരം ഭാഷകളിൽ ബൈബിൾ വായിക്കാനും കേൾക്കാനും സാധ്യമാക്കുന്ന ബൈബിൾ ഓൺ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിനോടകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാങ്കേതിക തികവാർന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് ഷിഗ്യാന ന്യൂസിലൂടെ. ഈശോയ്ക്ക് വേണ്ടി മാത്രം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്ന ഇലോയിറ്റ് ഇന്നൊവേഷൻസ് എന്ന സ്ഥാപനം കൊച്ചി കാക്കനാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിവിധ പ്രോജക്ടുകളുമായി സ്ഥാപനത്തെ സമീപിക്കുന്നവർ നിരവധിയാണെങ്കിലും ഇന്ന് ഇലോയിറ്റ് ഇന്നൊവേഷൻസ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ബൈബിൾ ഓൺ എന്ന അതിനൂതനമായ മൊബൈൽ ആപ്ലിക്കേഷനിലേക്കാണ്. കാരണം മറ്റൊന്നുമല്ല, ഈശോയുടെ വചനം അനേകരിലേക്ക് എത്തിക്കുവാനും ഈശോയെ പറഞ്ഞുകൊടുക്കുവാനും ബൈബിൾ ഓൺ പ്രാപ്തമാണെന്ന തികഞ്ഞ ബോധ്യമാണത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ തോംസൺ ഫിലിപ്പാണ് സ്ഥാപനത്തിന്റെ അമരത്തുള്ളത്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ തോംസൺ ഫിലിപ്പ് മിഷനറി കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിച്ച് വലിയ ദൗത്യത്തിലേക്കാണ് ചുവടുവച്ചിരിക്കുന്നത്. നിലവിൽ മലയാളം ഉൾപ്പെടെ 25-ലധികം ഭാഷകളിൽ വിശുദ്ധ ബൈബിൾ വായിക്കാനും കേൾക്കാനും സാധ്യമാക്കുന്ന ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ 2033 ആകുമ്പോഴേക്കും 2000 ഭാഷകളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ഷിഗ്യാന ന്യൂസിനോട് പറഞ്ഞു. ഇതിൻ്റെ ഒരു വലിയൊരു ടീമാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ ഒരു ബൈബിൾ ഓൺ ആപ്പിന് വേണ്ടിയാണ് ഇപ്പം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ഈശോ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഇപ്പം ബൈബിൾ ഓൺ ആപ്പാണ്. കാര്യം വേറെ ഒത്തിരി പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്നു. UK പ്രൊജക്ട്സ് ഉണ്ട്, ലോകം മുഴുവനുള്ള ഒത്തിരി സ്ഥലത്തെ സ്കൂളുകളുടെയൊക്കെ സോഫ്റ്റ്വെയർസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പം ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈശോയുടെ വചനം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കിട്ടിയ സന്തോഷം ട്രൈബൽ ഭാഷയിലുള്ള ആൾക്കാർക്ക് അവരുടെ ഭാഷയിൽ വചനം കേൾക്കാൻ നേരത്തെ കിട്ടിയ ആ ഒരു സന്തോഷം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക, ഇതിന് ഒരു മിഷനൊക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈശോ തന്നത് 2033 ആകുമ്പോൾ 2000-ഓളം ഭാഷകളിൽ ഈ ബൈബിൾ ആപ്പ് അവൈലബിൾ ആക്കുക, അതിൻ്റെ ഓഡിയോ അവൈലബിൾ ആക്കുക, അതിൻ്റെ ടെക്സ്റ്റ് അവൈലബിൾ ആക്കുക, അങ്ങനെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈശോയുടെ വചനം എത്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പം ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നു. ഞങ്ങൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫുൾ ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലീസ് ഞങ്ങൾ അതിനുവേണ്ടി ആ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയധികം ഭാഷകളിൽ ലോകത്താദ്യമായി കത്തോലിക്ക ബൈബിൾ ലഭ്യമാക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ്, ആപ്പിൾ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ, ബംഗ്ല, ആസാമീസ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ ഭാഷകളോടൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി ഗോത്രഭാഷകളിലും നേപ്പാളി, ലാറ്റിൻ ഭാഷകളിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മലഗച്ച ഭാഷയിലും ബൈബിൾ റെക്കോർഡ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലിപിയില്ലാത്ത ഭാഷകളിൽ പോലും ബൈബിൾ വചനങ്ങൾ എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇതിനുള്ളതെന്ന് ബൈബിൾ ഓൺ പ്രോജക്ട് ഹെഡ് ടോജി മാത്യു വ്യക്തമാക്കി. ഈ ഒരു ആപ്പ് വഴി, ഈ ഒരു പ്രൊജക്റ്റ് വഴി നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 25-26 ഭാഷകളിൽ കൂടുതൽ ഞങ്ങളൊരു മിഷൻ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. രോഗികളായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ അറിയില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ലിപിയില്ലാത്ത ഭാഷകളിലേക്ക് ഈ ഒരു ജനവിഭാഗങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. വായിക്കാനും കേൾക്കാനും കഴിയുന്ന വിധത്തിൽ ഗ്രന്ഥരൂപത്തിലും ഓഡിയോ രൂപത്തിലുമുള്ള ബൈബിൾ മൊബൈൽ ആപ്പായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു അധ്യായം കഴിയുമ്പോൾ അടുത്ത അധ്യായം ഓട്ടോ പ്ലേ മോഡിൽ വരും ക്രമത്തിലും കേൾവി സമയം ഇഷ്ടാനുസരണം ക്രമപ്പെടുത്തുവാനും പ്ലേയിങ് സ്പീഡ് കൂട്ടുവാനും കുറയ്ക്കുവാനും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ലെങ്കിലും ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത ഭാഷയിൽ വീണ്ടും വായിക്കാനും കേൾക്കാനുമുള്ള സംവിധാനവും ഓരോരുത്തർക്കും ആകർഷകമായ രീതിയിൽ വചനം ചിത്രങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനുള്ള സൗകര്യവും പല ഭാഷകളിലുള്ള ബൈബിൾ ഒരേ സമയം താരതമ്യം ചെയ്തു വായിക്കുവാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ്. ലോകം മുഴുവൻ ദൈവവചനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2000-ഓളം ഭാഷകളിലുള്ള ബൈബിളിന്റെ പകർപ്പുകളും അവയുടെ ശബ്ദരേഖകളും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 25-ലധികം ലാംഗ്വേജിൽ 40,000-ഓളം ആളുകൾ ഒരേ സമയത്ത് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് സെർവറോ ടെക്നോളജിയോ ഒരിക്കലും ഒരു ഇഷ്യൂ അല്ല നമുക്ക് ഈ ബൈബിൾ പ്രഘോഷിക്കാൻ. ഈശോയുടെ വചനം എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടുകൂടി
നമ്മൾ ചെയ്യുന്നു. 1 കോടി ജനങ്ങൾ ഒരേ സമയത്തും ഇത് ഒരേപോലെ ആക്സസ് ചെയ്യാൻ, എല്ലാ ലാംഗ്വേജുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നമ്മൾ ഈ ടെക്നോളജി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓഡിയോ ആൻഡ് ടെക്സ്റ്റ് ബൈബിൾ ലഭ്യമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച സലേഷ്യൻ സമൂഹാംഗമായ ഫാദർ ജോസുകുട്ടി മടത്തിപ്പറമ്പിലിനും തോംസൺ ഫിലിപ്പിനും കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യയുടെ ക്രിയേറ്റീവ് ബൈബിൾ മിനിസ്ട്രി അവാർഡ് മുന്നേ ലഭിച്ചിരുന്നു. പല ഭാഷകൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസാരിക്കാൻ ആൾക്കാരില്ല, കാരണം ഇത് പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊരു ഭാഷ പ്രിസർവ് ചെയ്യാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ബൈബിൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ബൈബിളിനകത്ത് നമുക്ക് ധാരാളം കഥകളുണ്ട്, പോയംസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, നമുക്ക് ധാരാളം കാര്യങ്ങൾ, നോവലുകളുണ്ട്, പാട്ടുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ബൈബിളിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിൾ റെക്കോർഡ് ചെയ്ത് പ്രിസർവ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൾച്ചറിനെയും അവരുടെ ട്രഡീഷൻസിനെയും അവരുടെ ഒരു ഹിസ്റ്ററിയെ തന്നെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ രീതിയിൽ സഹായിക്കും. പിന്നെ ദൈവവചനം മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വിശ്വാസം വളർത്താനും ഏറ്റവും കൂടുതലായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഒരു ബൈബിൾ ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് മാത്രമല്ല, അവരുടെ കൾച്ചറിനെയും അവരുടെ സമൂഹത്തെയും അവരുടെ ട്രഡീഷൻസിനെയും ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ബൈബിൾ റെക്കോർഡ് ചെയ്ത് ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ QR കോഡ് സ്കാൻ ചെയ്തും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിനകം 182 രാജ്യങ്ങളിലാണ് ബൈബിൾ ഓൺ ആപ്പിന്റെ സേവനം ലഭിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകും വിധമുള്ള മറ്റ് സാങ്കേതിക പദ്ധതികളുടെ ആലോചനയിലാണ് തോംസൺ ഫിലിപ്പും ടീം അംഗങ്ങളും. Dear friends, I am very happy to introduce the Bible on application, which is developed for the sake of our people across the globe. I had the privilege of listening to this application, and I constantly use it in my daily prayer and in my daily life. The developers have created this app very meaningfully and creatively for the use of the public. പരസ്യങ്ങളില്ലാതെ ഒരു തരത്തിലുള്ള വരുമാനവും പ്രതീക്ഷിക്കാതെയാണ് ബൈബിൾ ഓൺ ആപ്പിന്റെ പ്രവർത്തനമെന്നതും ശ്രദ്ധേയമാണ്. ഡോക്ടർ മിനു ജോസഫാണ് തോംസന്റെ ഭാര്യ. 3 കുട്ടികളുമുണ്ട്. കൂടാതെ ബൈബിൾ ഓൺ ആപ്പിന്റെ മികവിനും സഹായത്തിനുമായി കുടുംബാംഗങ്ങളും തോംസൺ ഫിലിപ്പിനൊപ്പമുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ദൈവവചനം ലോകമെങ്ങും എത്തിക്കുക എന്ന വലിയ ദൗത്യത്തിൽ വ്യാപൃതരാണിവർ. വിശ്വാസ പ്രഘോഷണ രംഗത്തെ പ്രസക്തമായ ചുവടുവയ്പ്പാണ് ബൈബിൾ ഓൺ ഇതിനോടകം തുടങ്ങി വച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജോയലിനുമൊപ്പം റിജോ സേവ്യർ, ഷിഗ്യാന ന്യൂസ്, കൊച്ചി.